സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നിതത്ര രഘുപതേ. മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ, സന്തതം കൂടെ പിരിയാതെ വാഴുന്നു. എന്താ മഹാരാജൻ, എന്തു കണ്ടിട്ടാണ് അങ്ങിങ്ങനെ ഭയക്കുന്നത്? ഹനുമാനെ, താങ്കൾക്ക് അറിവുള്ളതല്ലേ ബാലിയെ പേടിച്ച് പ്രപഞ്ചമാകെ അലഞ്ഞ എൻ്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ എന്തു കണ്ടാലും ആരെ കണ്ടാലും എനിക്ക് ഭയമാണ്. മഹാരാജൻ, നമ്മൾ എപ്പോഴും ഋഷിമുഖജലത്തിലാണ്. ഇത് ബാലി കയറാ മലയാണ്. ഇവിടെ കയറിയാൽ പിന്നെ ജീവനോടുണ്ടാവില്ലെന്ന് ബാലിക്കറിയാം. പിന്നെ എങ്ങനെ ബാലി ഇങ്ങോട്ട് വരാൻ? ബാലി തന്നെ വരണമെന്നില്ലല്ലോ, പകരം കരുത്തരായ ആരെങ്കിലും അയച്ചാൽ പോരെ. ദാ അകലെ ആ മാതംഗവനത്തിൽ നോക്കൂ. ആജാനുബാഹുക്കളായ അവർ ബാലിയുടെ ചാരന്മാരല്ലെന്ന് എങ്ങനെ പറയാനാകും? തേജസ്വികളും കരുത്തരും ആയുധധാരികളുമാണ്. എങ്കിലും ബാലിയുടെ ചാരന്മാരാണെന്ന് തോന്നുന്നില്ല. ഹനുമാനെ, ഗൂഢസഞ്ചാരികളെ ശത്രുക്കളെ ഏവരും മനസ്സിലാക്കി വെക്കണം. ഈ ഋഷ്യമുഖാചലത്തിൽ ബാലിക്ക് സ്വയം പ്രവേശിക്കാനാവില്ലെന്നേ ഉള്ളൂ. എങ്ങും സൗഹൃദങ്ങളുള്ള പ്രതാപിയായ രാജാവാണ് ഞാൻ. അതുകൊണ്ട് ഏതന്യദേശത്തു നിന്നും ആരെയും വരുത്തി നമുക്ക് നേരെ നിയോഗിക്കാൻ അയാൾക്ക് കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ വേണ്ട മുൻകരുതലുകൾ എടുക്കണം. പക്ഷേ ഏതു വിധത്തിലുള്ള മുൻകരുതൽ എടുക്കണമെന്നാണ് അങ്ങ് സൂചിപ്പിക്കുന്നത്? അവർ ആരെന്നറിയുക, അത് തന്നെയാണ് ഏറ്റവും ആദ്യത്തെ മുൻകരുതൽ. അതിന് താങ്കൾ തന്നെയാണ് യോഗ്യൻ. പ്രാകൃതനായ ഒരുവനെ പോലെ താങ്കൾ അവരെ സമീപിക്കുക. അവരുടെ ഭാവം, സംഭാഷണം, ചേഷ്ട ഇതൊക്കെ നിരീക്ഷിച്ച് അവരുടെ ഉള്ളറിയണം. അവർ ദുഷ്ടരാണോ ശിഷ്ടരാണോ എന്ന് വാക്കുകൊണ്ടറിയാം. ശിഷ്ടരും നിർമ്മല ഹൃദയമാണെന്ന് വ്യക്തമായാൽ എൻ്റെ പ്രതിനിധിയായി അവരോട് സംസാരിക്കുക. അങ്ങനെ ചെയ്യാം പ്രഭു. ഈ വേഷം മാറിയേക്കാം. പ്രണാമം. പ്രണാമം. സിംഹത്തിന്റെ നോട്ടം, മഴവില്ല് തൊഴുന്ന ചാപം, അതുല്യമായ അഴക്. പുരുഷോത്തമന്മാരായ ഭവാന്മാരുടെ അഴക് കൊണ്ട് ഈ മാമല തന്നെ തിളങ്ങുന്നു. ആഭരണങ്ങൾ അണിയേണ്ട ഉടലിൽ മരവുരിയും ചാർത്തി ഈ വനഭൂമിയിൽ എന്തിനാണിങ്ങനെ അലയുന്നത്? ആദ്യം താങ്കൾ തന്നെ പറയൂ. പ്രാകൃതവേഷനെങ്കിലും ഭാഷാശുദ്ധിയിൽ ഒരു കുറവുമില്ലാത്ത താങ്കൾ ആരാണ്? നിങ്ങൾ അധർമ്മികളല്ലെന്ന് കാഴ്ചയിലും വാക്കിലും തെളിയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ വ്യക്തമാക്കാം. ഞാൻ ധർമാത്മാവായ വാനര രാജാവ് സുഗ്രീവന്റെ സജീവനാണ്. ഹനുമാൻ അദ്ദേഹം കൽപ്പിച്ചയച്ച ദൂതനാണ് ഞാൻ. അദ്ദേഹത്തെ അന്വേഷിച്ചു തന്നെയാണ് ഞങ്ങൾ വരുന്നത്. ഇവിടെ ഇപ്പോൾ സുഗ്രീവന്റെ പ്രതിനിധിയായി വന്ന് അങ്ങ് പറയുന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമാണ്. സുഗ്രീവനുമായി സഖ്യം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഭാര്യാവിരഹിതനായ എൻ്റെ ജ്യേഷ്ഠന് സീതാന്വേഷണത്തിനായി അദ്ദേഹത്തിൻ്റെ സഹായം ആവശ്യമുണ്ട്. എന്തിനേയും ജയിക്കാൻ പോന്ന മഹാധീരന്മാരാണ് നിങ്ങൾ. രാജ്യവും ഭാര്യയും നഷ്ടപ്പെട്ട് അശരണനായി കഴിയുന്നവനെങ്കിലും സുഗ്രീവ മഹാരാജാവിന് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും തന്നെ ഞാൻ കരുതുന്നു. വന്നാലും നമുക്ക് അങ്ങോട്ട് പോകാം.
എൻ്റെ ചുമലിലിരിക്കൂ, ഞാൻ നിങ്ങളെ ഋഷ്യമുഖാചലത്തിലെത്തിക്കാം.